വെൽക്കം ടു എജുവാലി. നമ്മൾ ഇന്ന് റെക്ടിഫിക്കേഷൻ എന്ന് പറയുന്ന ഇലക്ട്രോണിക്സ് ഭാഗമാണ് നോക്കുന്നത്. റെക്ടിഫിക്കേഷൻ എന്താണ്, അതുപോലെ തന്നെ ഹാഫ് വേവ് റെക്ടിഫയർ എന്ന് പറയുന്ന ഒരു ഭാഗമാണ് ഇന്ന് നമ്മൾ നോക്കുക. അടുത്ത ക്ലാസ്സുകളിൽ സെന്റർ ടാപ്ഡ് റെക്ടിഫയറിനെ കുറിച്ചും അതുപോലെ തന്നെ ബ്രിഡ്ജ് റെക്ടിഫയറിനെ കുറിച്ചും പറയുന്നതാണ്. അത് കഴിഞ്ഞിട്ട് ഫിൽറ്റർ സർക്യൂട്ടും കൂടെയാണ് നോക്കുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ എന്താണ് റെക്ടിഫിക്കേഷൻ, അതുപോലെ തന്നെ ഹാഫ് വേവ് റെക്ടിഫയറിന്റെ സർക്യൂട്ട്, ഗ്രാഫ്, അതിന്റെ ഒരു അനാലിസിസ് കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിലുള്ളത് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. അപ്പൊ നോക്കിയേ, എന്താണ് റെക്ടിഫിക്കേഷൻ എന്നാണ് ഞാൻ പലതരത്തിൽ ഇവിടെ എഴുതിയിട്ടുള്ളത്. പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. നമ്മൾ വലിയ സെന്റൻസ് ആയിട്ടൊന്നും പഠിച്ചു വെക്കേണ്ട, കാര്യങ്ങൾ കറക്റ്റ് അറിഞ്ഞു വെച്ചാൽ മതി. സോ എന്താണ് റെക്ടിഫിക്കേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് കൺവേർട്ടിംഗ് എ സി ടു പൾസേറ്റിംഗ് ഡി സി. നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ള എ സി ഇൻപുട്ടിനെ പൾസേറ്റിംഗ് ഡി സി ഔട്ട്പുട്ട് ആക്കി തരുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് റെക്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന സർക്യൂട്ടിനെയാണ് നമ്മൾ റെക്ടിഫയർ സർക്യൂട്ട് എന്ന് പറയുന്നത്. സാധാരണയായിട്ട് PN ഡയോഡ് അല്ലെങ്കിൽ സെമി കണ്ടക്ടർ ഡയോഡാണ് ഉപയോഗിക്കാറുള്ളത്. ആ ഡയോഡിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് പറയുന്ന ഒരു ക്ലാസ് ഉണ്ട്. അത് കണ്ടിട്ട് വരുവാണെങ്കിൽ കുറച്ചും കൂടെ ബെനിഫിറ്റ് ആണ്. ഇതിന്റെ ബേസ് കാര്യങ്ങൾ ഡയോഡിന്റെ ആ ഒരു ക്ലാസ്സിനകത്തായിരിക്കും പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അത് ശ്രദ്ധിക്കുക. സോ റെക്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് കൺവേർട്ടിംഗ് എ സി ടു പൾസേറ്റിംഗ് ഡി സി. നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ള എ സി സിഗ്നലിനെ കറസ്പോണ്ടിങ് പൾസേറ്റിംഗ് ഡി സി ആക്കി മാറ്റുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ റെക്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. എ സിനെ ഡി സി ആക്കി മാറ്റുന്നു. എങ്ങനത്തെ ഡി സി ആണ്? ഡി സി എന്ന് പറഞ്ഞ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ് നമുക്കറിയാം. പക്ഷേ റെക്ടിഫയറിന്റെ ഔട്ട്പുട്ട് എപ്പോഴും എന്താണ്? പൾസേറ്റിംഗ് ഡി സി ആണ് എന്നുള്ളത് ഓർക്കുക. അപ്പോൾ എ സി ടു പൾസേറ്റിംഗ് ഡി സി ആണ് റെക്ടിഫിക്കേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ്. പഠിച്ചല്ലോ. അത് തന്നെയാണ് ഞാൻ ഗ്രാഫ് വരച്ച് എഴുതിയേക്കുന്നത്. നമ്മളുടെ എ സി എന്ന് പറയുന്നത് ഓൾട്ടർനേറ്റിംഗ് ആണ് അല്ലെ. സീറോയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഒരു പോസിറ്റീവ് വി മാക്സ് ഉണ്ടായിരിക്കും. എന്നിട്ട് എഗെയിൻ അത് സീറോയിലേക്ക് എത്തുന്നു. പിന്നെ താഴോട്ട് വന്നൊരു നെഗറ്റീവ് വി മാക്സ് ഉണ്ടായിരിക്കും. എഗെയിൻ സീറോയിലോട്ട് മാറുന്നു. അങ്ങനെ ഇൻസ്റ്റന്റ് ബൈ ഇൻസ്റ്റന്റ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന, ഓൾട്ടർ ചെയ്തുകൊണ്ടിരിക്കുന്ന സിഗ്നലാണ് ഓൾട്ടർനേറ്റിംഗ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ഓൾട്ടർനേറ്റിംഗ് സിഗ്നലിനെ നമ്മൾ എന്താക്കാണ്? പൾസേറ്റിംഗ് ഡി സി. പൾസേറ്റിംഗ് എന്ന് പറയാൻ കാരണം എന്താ? ഇതൊരു നമ്മളുടെ പ്യുവർ ഡി സി എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. പക്ഷെ നമുക്ക് റെക്ടിഫിക്കേഷൻ കഴിഞ്ഞ് കിട്ടുന്ന ഔട്ട്പുട്ട് എപ്പോഴും ഇതുപോലെയുള്ള കർവ്ഡ് രീതിയിലുള്ളതായിരിക്കും. സോ അതാണ് പൾസേറ്റിംഗ് ഡി സി എന്നുള്ളത് പറയുന്നത്. പൾസേറ്റിംഗ് ഡി സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്യുവർ അല്ല, അതിനകത്ത് കുറച്ച് എ സി കമ്പോണന്റ് ഉണ്ടായിരിക്കും. അതായത് നമുക്ക് ഇങ്ങനെ എഴുതാം, ഒരു എ സി സിഗ്നലിനെ റെക്ടിഫയർ സർക്യൂട്ടിലൂടെ കടത്തി വിടുന്ന സമയത്ത് അത് എന്തായിട്ട് കിട്ടുന്നു? പൾസേറ്റിംഗ് ഡി സി ആയിട്ട് കിട്ടുന്നു. ഇങ്ങനെ നമുക്ക് പറയാം. ക്ലിയർ? അപ്പോൾ റെക്ടിഫിക്കേഷൻ എന്താണ് എന്ന് സിമ്പിൾ ആയിട്ടാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, ഇനി നോക്കിയേ, ഞാൻ ഇവിടെ കുറച്ച് കാര്യങ്ങൾ കൂടെ എഴുതിയിട്ടുണ്ട്. നോക്കുക, റെക്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ എന്താണ്? ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് കൺവേർട്ടിംഗ് എ സി ടു പൾസേറ്റിംഗ് ഡി സി എന്ന് നമുക്കറിയാം. ഇനി എന്താണ് റിപ്പിൾ എന്നുള്ളത് അറിഞ്ഞിരിക്കണം. എന്താ റിപ്പിള്? നമ്മൾ പറഞ്ഞു നമുക്കൊരു എ സിന്ന് ഡി സി ആക്കിയിട്ട് റെക്ടിഫൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് പൾസേറ്റിംഗ് ഡി സി ആണെന്ന് പറഞ്ഞു അല്ലെ. പൾസേറ്റിംഗ് ഡി സി എന്ന് പറയാൻ കാരണം എന്താ? അതിനകത്ത് കുറച്ച് എ സി കമ്പോണന്റ് ഉള്ളത് കൊണ്ടാണ്. അപ്പോ ഒരു റെക്ടിഫൈഡ് ചെയ്തിട്ടുള്ള ഔട്ട്പുട്ടിനകത്ത് ഉള്ള അൺവാണ്ടഡ് എ സി കമ്പോണൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റിപ്പിൾ എന്ന് പറയുന്നത്. സോ റിപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താ? ദീസ് ആർ ദി അൺവാണ്ടഡ് എ സി കമ്പോണൻസ് ഇൻ എ റെക്ടിഫൈഡ് ഡി സി ഔട്ട്പുട്ട്. ഓക്കെ, അൺവാണ്ടഡ് എ സി കമ്പോണന്റ് ഇൻ എ റെക്ടിഫൈഡ് ഔട്ട്പുട്ട്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പൊ റിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺവാണ്ടഡ്, ആവശ്യമില്ലാത്ത എ സി കണ്ടന്റുകൾ വരുന്നതുകൊണ്ടാണ് നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ കിട്ടാതെ എന്ത് വരുന്നത്? ഒരു പൾസേറ്റിംഗ് ഡി സി കിട്ടുന്നത് അല്ലെ. സാധാരണ ഡി സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് ലൈൻ ആണ്. പക്ഷെ നമുക്ക് റെക്ടിഫൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് പൾസേറ്റിംഗ് ആണ് കിട്ടുക. കാരണം എന്താ? അതിനകത്ത് അൺവാണ്ടഡ് എ സി കമ്പോണന്റ് ഉള്ളത് കൊണ്ടാണ്. അപ്പൊ അത്തരത്തിലുള്ള എ സി കമ്പോണന്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റിപ്പിൾ എന്ന് പറയാ. അപ്പൊ ഒരു റെക്ടിഫൈഡ് ഡി സി ഔട്ട്പുട്ടിനകത്ത് അൺവാണ്ടഡ് ആയിട്ട് വരുന്ന എ സി കമ്പോണൻസിനെയാണ് എന്തെന്ന് പറയുന്നത്? റിപ്പിൾ എന്ന് പറയുന്നത്. അതായത് നമ്മൾ വോയിസ് ഒക്കെ അയക്കുന്ന സമയത്ത് നമ്മൾ പറയുന്നതാണ് മെയിൻ കണ്ടന്റ് അല്ലെ. പക്ഷേ നമ്മളിപ്പോൾ വാട്സപ്പിൽ ഒരു വോയിസ് റെക്കോർഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്നതിനോടൊപ്പം തന്നെ അതിന്റെ സറൗണ്ടിങ്സിലുള്ള ശബ്ദങ്ങളും കൂടെ ആ വോയിസിൽ റെക്കോർഡ് ആവും ഇല്ലേ. അപ്പോൾ നമ്മളുടെ സൗണ്ട് എന്ന് പറയുന്നത് എന്താണ്? മെയിൻ ആയിട്ടുള്ള ഔട്ട്പുട്ട് ആണ്. പക്ഷെ ആ സറൗണ്ടിങ്ങിലെ സൗണ്ട് എന്തായിട്ട് നമുക്ക് പരിഗണിക്കാം? അൺവാണ്ടഡ് ആണ്. സോ അതെന്താണ്? റിപ്പിൾ ആണ്, നോയിസ് ആണ് എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, സെയിം കണ്ടന്റ് ആണ്.
അപ്പോൾ ഒരു റെക്ടിഫൈഡ് DC ഔട്ട്പുട്ടിനകത്തെ എന്താണ് അൺവാണ്ടഡ് ആയിട്ടുള്ള AC കമ്പോണൻസിനെയാണ് നമ്മൾ റിപ്പിൾ എന്ന് പറയാം. ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അടുത്തതാണ് ഫിൽറ്റർ സർക്യൂട്ട്. നമ്മൾ ഈ റെക്ടിഫിക്കേഷന്റെ ക്ലാസ്സുകളുടെ അവസാനം പഠിക്കാൻ പോകുന്ന ഒരു ഭാഗമാണ് ഈ ഫിൽറ്റർ എന്ന് പറയുന്നത്. സോ ഈ ഫിൽറ്റർ സർക്യൂട്ടുകളാണ് ഇത്തരത്തില് ഒരു റെക്ടിഫൈഡ് DC ഔട്ട്പുട്ടിനകത്തെ അൺവാണ്ടഡ് AC കമ്പോണന്റിനെ റിമൂവ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പൊ അതിന്റെ ഉപയോഗം മനസ്സിലായല്ലോ. അൺവാണ്ടഡ് AC കമ്പോണന്റ് ആയിട്ടുള്ള അതിനെയാണ് നമ്മൾ റിപ്പിൾ എന്ന് പറയുക. സോ ഒരു റെക്ടിഫൈഡ് ഔട്ട്പുട്ടിനകത്തെ റെക്ടിഫൈഡ് DC ഔട്ട്പുട്ടിനകത്തെ റിപ്പിൾസിനെ റിമൂവ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതാണ് അത്തരത്തിലുള്ള സർക്യൂട്ടാണ് എന്ത് ഫിൽറ്റർ. ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒരു റെക്ടിഫൈഡ് DC ഔട്ട്പുട്ടിനകത്ത് അൺവാണ്ടഡ് സിഗ്നൽസിനെയാണ് നമ്മൾ റിപ്പിൾ എന്ന് പറയുക. ആ റിപ്പിളിനെ റിമൂവ് ചെയ്യാനായിട്ട് എലിമിനേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന സർക്യൂട്ടിനെയാണ് നമ്മൾ ഫിൽറ്റർ സർക്യൂട്ട് എന്ന് പറയുക. അതെന്താണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് ഈ ക്ലാസ്സുകളുടെ അവസാനം വരുന്നതാണ് അടുത്ത ഭാഗങ്ങളിലായിട്ട്. ഓക്കെ, അപ്പൊ ഇനി ഇതിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് അടുത്ത നമുക്ക് നോക്കാനായിട്ടുള്ളത്. നോക്കിയേ, റെക്ടിഫിക്കേഷൻ സർക്യൂട്ട് അല്ലെങ്കിൽ റെക്ടിഫയർ സർക്യൂട്ടിനെ പ്രധാനമായിട്ടും രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഹാഫ് വേവ് റെക്ടിഫയർ സർക്യൂട്ട് എന്നും ഫുൾ വേവ് റെക്ടിഫയർ സർക്യൂട്ട് എന്നും. അതായത് നമ്മൾ കൊടുക്കുന്ന സിഗ്നൽ എന്ന് പറയുന്നത് AC സിഗ്നൽ ആണ്. AC സിഗ്നലിന്റെ ഏതെങ്കിലും ഒരു പോർഷൻ മാത്രമാണ് അത് ഔട്ട്പുട്ട് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ളതിനാണ് നമ്മൾ ഹാഫ് വേവ് എന്ന് പറയുന്നത്. നമ്മൾ ഇന്ന് പഠിക്കുന്നതാണ്. ഇനി ഫുൾ വേവ് എന്ന് പറയുന്നത് ആ ഒരു ഫുൾ AC കമ്പോണന്റിനെ റെക്ടിഫൈ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിലാണ് ഫുൾ വേവ് റെക്ടിഫയർ എന്ന് പറയാ. ഫുൾ വേവ് റെക്ടിഫയറിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. സെന്റർ ടാപ്ഡ് ആണ്, സെന്റർ ടാപ്ഡ് ഫുൾ വേവ് റെക്ടിഫയർ എന്നും ബ്രിഡ്ജ് ഫുൾ വേവ് റെക്ടിഫയർ എന്നും. അല്ലാന്നുണ്ടെങ്കിൽ പറയാം ഫുൾ വേവ് സെന്റർ ടാപ്ഡ് റെക്ടിഫയർ, അതാണ് FWCTR എന്ന് എഴുതിയിരിക്കുന്നത്. ഫുൾ വേവ് സെന്റർ ടാപ്ഡ് റെക്ടിഫയർ എന്ന് പറയാം. അതുപോലെ തന്നെ ഫുൾ വേവ് ബ്രിഡ്ജ് റെക്ടിഫയർ എന്ന് പറയാം. സോ റെക്ടിഫിക്കേഷൻ സർക്യൂട്ടിന്റെ റെക്ടിഫയർ സർക്യൂട്ടിനെ രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്, ഹാഫ് വേവ് ആൻഡ് ഫുൾ വേവ്. ഫുൾ വേവ് അഗെയിൻ രണ്ടെണ്ണം വരുന്നുണ്ട്, സെന്റർ ടാപ്ഡും എന്ത് ബ്രിഡ്ജും. ക്ലിയർ ആണല്ലോ. ഇനി നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത് ഹാഫ് വേവ് റെക്ടിഫയറിനെ കുറിച്ചാണ്. ഇതിനെ നമ്മൾ ചുരുക്കി ഇനി പറയാൻ പോകുന്നത് HWR എന്നാണ് കേട്ടോ. എഴുതി കഴിഞ്ഞാൽ ഓർക്കണം, HWR എന്ന് എഴുതി കണ്ടു കഴിഞ്ഞാൽ ഓർക്കണം എന്താണ് ഹാഫ് വേവ് റെക്ടിഫയർ എന്ന് ഷോർട്ട് ആക്കി എഴുതിയേക്കാണ്. അതുപോലെ തന്നെ FWCTR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ വേവ് സെന്റർ ടാപ്ഡ് റെക്ടിഫയർ എന്നാണ്. അതുപോലെ തന്നെ ഫുൾ വേവ് ബ്രിഡ്ജ് റെക്ടിഫയർ എന്നാണ് FWBR എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ? അപ്പൊ ഇനി അടുത്തത് നോക്കാം. നോക്കിയേ, ഞാനിവിടെ ഹാഫ് വേവ് റെക്ടിഫയറിന്റെ സർക്യൂട്ട് ആണ് വരച്ചിട്ടുള്ളത്. സർക്യൂട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. സോ ആദ്യം നോക്കിയേ, ഇവിടെ എന്താണ് നമ്മൾ ഇൻപുട്ട് സിഗ്നൽ കൊടുത്തേക്കാണ് Vin. ഇത് നമ്മളുടെ ഡയോഡ് ആണ്, ഇത് നമ്മളുടെ ലോഡ് റെസിസ്റ്റൻസ് ആണ്. ഈ ഒരു പോയിന്റിൽ നിന്നാണ് നമ്മൾ ഔട്ട്പുട്ട് നമ്മളുടെ എന്താണ് മൾട്ടിമീറ്റർ ഒക്കെ വന്ന് അല്ലെങ്കിൽ CROയുടെ പോയിന്റുകൾ വന്ന് കൊടുക്കുന്നത്. സോ ഇതാണ് നമ്മുടെ സർക്യൂട്ട് വരുന്നത്. Vin ഉണ്ട്, നമ്മളൊരു AC സിഗ്നൽ കൊടുക്കുന്ന Vin പോർഷൻ ആണ് ഇത് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഡയോഡ് ഉണ്ട്, ലോഡ് റെസിസ്റ്റൻസ് ഉണ്ട്, അതുപോലെ തന്നെ ഉണ്ട് ഔട്ട്പുട്ട് മെഷർ ചെയ്യുന്ന ഭാഗമാണ് ഇത്. ക്ലിയർ ആണല്ലോ. ഇനി നമ്മളുടെ കറണ്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സിഗ്നൽ എന്ന് പറയുന്നത് എന്താണ് ഓൾട്ടർനേറ്റിംഗ് ആണ് അല്ലെ. ഓൾട്ടർനേറ്റിംഗ് എന്ന് പറയുമ്പോൾ എന്താ പറയുക, സീറോയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഒരു മാക്സിമം പൊസിഷനിൽ എത്തി പിന്നെ സീറോയിലേക്ക് വരുന്നു. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ പോസിറ്റീവ് ഹാഫ് എന്ന് പറയാ അല്ലെ. പോസിറ്റീവ് ഹാഫ് എന്ന് പറയുന്നത് അല്ലെ, പോസിറ്റീവ് ഹാഫ്. ഇനി ഈ സീറോയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നെഗറ്റീവ് മാക്സിമത്തിൽ എത്തി പിന്നെന്താണ് സീറോയിലേക്ക് വരും. ഇതിനെയാണ് നമ്മൾ നെഗറ്റീവ് ഹാഫ് എന്ന് പറയാ. അപ്പൊ ഒരു സൈക്കിളിന് ഒരു പോസിറ്റീവ് ഹാഫ് സൈക്കിളും ഉണ്ട്, നെഗറ്റീവ് ഹാഫ് സൈക്കിളും ഉണ്ട്. അപ്പോ ഇതെന്ത് ചെയ്യാണ് ഡയോഡിന്റെ ഇതെന്ത് ചെയ്യാണ് ഇന്റർചേഞ്ച് ചെയ്യണം. അപ്പൊ നോക്കുക, ഡ്യൂറിങ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ എന്നുള്ള ക്രൈറ്റീരിയ ആണ് നമ്മൾ നോക്കുന്നത്. സോ ഡ്യൂറിങ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഇവിടെ പോസിറ്റീവ് വരും, ഇവിടെ നെഗറ്റീവ് വരും. അപ്പൊ ഇവിടെ നോക്കിയേ, പോസിറ്റീവ് P ടെർമിനലിനെയാണ് ആനോഡിലാണ് വെച്ചിരിക്കുന്നത്. സോ ഇതെന്താണ് ഡയോഡ് കണ്ടക്ടിങ് ആവും. സോ നമുക്ക് RL വഴി കറണ്ട് ഒഴുകും അല്ലെ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും മനസ്സിലായോ? പോസിറ്റീവ് ടു പോസിറ്റീവ്, പോസിറ്റീവ് ടു ആനോഡ് ആണ് കണക്ട് ചെയ്തേക്കുന്നത്. ഡയോഡ് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ
ഫോർവേഡ് ബയാസ്ഡ് ആണെന്നുള്ളത് ആ ക്ലാസ്സിൽ പഠിക്കുന്നുണ്ടല്ലോ. അപ്പൊ അത് കണക്ട് ചെയ്ത് നോക്കുക. സോ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ എന്ത് സംഭവിക്കുന്നു? ഡയോഡ് കണ്ടക്ടിങ് ആണ്. സോ നമുക്ക് ഇവിടെ ഒരു I കറണ്ട് ഉണ്ടാവുന്നുണ്ട്, അതുപോലെ തന്നെ RL വഴി അത് ഒഴുകുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ ഔട്ട്പുട്ട് കിട്ടും. ഈ കറസ്പോണ്ടിങ് ഔട്ട്പുട്ട് ഇവിടെ കിട്ടും. കണ്ടോ? അതാണ് നമുക്ക് കിട്ടുന്ന ഈ ഔട്ട്പുട്ട്. ക്ലിയർ? അപ്പോ സീറോയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് പോസിറ്റീവ് മാക്സിമത്തിൽ എത്തി, എഗെയിൻ സീറോയിൽ എത്തി. അവിടെ വരെയാണ് നമ്മളുടെ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ. ഇനി എന്ത് സംഭവിച്ചു? നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വരുന്ന സമയത്ത് ഇത് ഇന്റർചേഞ്ച് ചെയ്യും. അതായത് ഇവിടെ നേരത്തെ പോസിറ്റീവ് ആയത് ഇവിടെ നെഗറ്റീവ് ആവും, ഇവിടെ പോസിറ്റീവ് ആവും. അപ്പൊ ഇവിടെ നോക്കുക, കറണ്ട് ഇത് പോസിറ്റീവ് ടു നെഗറ്റീവ് ആണ് കറണ്ട് ഒഴുകുന്നത്. അപ്പോ നോക്കിയേ എന്താ സംഭവിക്കുക? കറണ്ട് ഇതുവഴി ഒഴുകാൻ നോക്കും. അപ്പൊ ഇവിടെ നോക്കിയേ, പോസിറ്റീവ് കണക്ട് ചെയ്തേക്കുന്നത് കാഥോഡിലേക്കാണ്. അപ്പോ ഡയോഡ്സ് എന്താണ്? റിവേഴ്സ് ബയാസിലാണ് വരിക. അപ്പൊ കറണ്ട് എന്ത് ഒഴുകില്ല. അപ്പൊ ഇവിടെ എന്താണ്? നമുക്കൊരു മ്യൂട്ടഡ് വാല്യൂ ആണ് കിട്ടുക, കറണ്ട് ഒഴുകുന്നില്ല. ഇനി എഗെയിൻ സീറോയിൽ എത്തിക്കഴിഞ്ഞാൽ ഇത് ഇന്റർചേഞ്ച് ആവുമല്ലോ, ഇത് നെഗറ്റീവ് ആവും, ഇത് പോസിറ്റീവ് ആവും. അപ്പൊ ഡയോഡ് എഗെയിൻ കണ്ടക്ടിങ് സൈഡിൽ എത്തും, ഫോർവേഡ് ബയാസ്ഡ് ആവും, കറണ്ട് ഒഴുകും, നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. എഗെയിൻ സീറോയിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ എന്താവും? ഇന്റർചേഞ്ച് ആവും, നമുക്ക് ഔട്ട്പുട്ട് കിട്ടത്തില്ല. അപ്പോ ഏതെങ്കിലും ഒരു പോർഷൻ ആണ് എന്താവുന്നത്? നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുന്നത്. നമ്മൾ കൊടുത്തിട്ടുള്ള AC സിഗ്നലിന്റെ ഏതെങ്കിലും ഒരു പോർഷൻ ആണ് നമുക്ക് എന്തായിട്ട് കിട്ടുക? ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുക. അപ്പൊ ഞാനിവിടെ വരച്ചിട്ടുള്ളത് ഹാഫ് വേവ് റെക്ടിഫയറിന്റെ സർക്യൂട്ട് ആണ്. ഇവിടെ നോക്കിയാൽ അറിയാം, നമുക്ക് ഇവിടെ Vin ഉണ്ട്. നമ്മൾ ഇവിടെയാണ് എന്ത് കൊടുക്കുന്നത്? നമ്മുടെ AC സിഗ്നൽ കൊടുക്കുന്നത്. Vin ആണ് ഇത്. ഇനി എന്താ നമുക്കുള്ളത്? ഒരു ഡയോഡ് ഉണ്ട്, D എന്ന് പറഞ്ഞ് ലേബൽ ചെയ്തിട്ടുള്ള ഒരു ഡയോഡ് ഉണ്ട്. പിന്നെ ഒരു ലോഡ് റെസിസ്റ്റൻസ് ഉണ്ട്. ഈ നോഡിൽ നിന്നാണ് നമ്മൾ, അല്ലെങ്കിൽ ഈ പോയിന്റിൽ നിന്നാണ് നമ്മൾ ഔട്ട്പുട്ട് എടുക്കുന്നത്. ഇതാണ് ഒരു ഹാഫ് വേവ് റെക്ടിഫയറിന്റെ സർക്യൂട്ട്. ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഒരു സപ്ലൈ സോഴ്സ് ഉണ്ട്, AC സപ്ലൈ സോഴ്സ് ഉണ്ട്, ഡയോഡ് ഉണ്ട്, ലോഡ് റെസിസ്റ്റൻസ് ഉണ്ട്, അതുപോലെ തന്നെ എന്താണ് ഔട്ട്പുട്ട് മെഷർ ചെയ്യുന്ന പോയിന്റുകളുണ്ട്. അപ്പൊ ഇനി പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ആവുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു, നെഗറ്റീവ് ആവുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്ന് കൂടെ പറഞ്ഞിട്ട് ഇതിന്റെ ഒരു കമ്പാരിസൺ നമുക്ക് നോക്കാം. സോ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ നമുക്കറിയാം, നമ്മളുടെ AC എന്ന് പറയുന്നത് ഇങ്ങനെയാണ് അല്ലേ? ഇങ്ങനെയാണ് നമ്മളുടെ AC വരുന്നത് അല്ലെ? അപ്പോ ഇതില് ഇത്രയും ഭാഗത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പോസിറ്റീവ് ഹാഫ് സൈക്കിൾ എന്ന് പറയുന്നത് അല്ലെ? ഇത്രയും ഭാഗത്തിനെയാണ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ എന്ന് പറയുന്നത്. ബാക്കിയുള്ള ഈ ഭാഗത്തിനെയാണ് നമ്മൾ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ എന്ന് പറയാം. പോസിറ്റീവ് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ നിങ്ങൾക്ക് അറിയാം. അപ്പോ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ആകുന്ന സമയത്ത് ഈ പോയിന്റില് പോസിറ്റീവ് വരും, ഇവിടെ നെഗറ്റീവ് വരും. ഓക്കെ, അപ്പൊ നോക്കുന്ന സമയത്ത് പോസിറ്റീവിൽ നിന്നും നെഗറ്റീവിലേക്കാണ് കറണ്ട് ഒഴുകുന്നത് അല്ലെ? അപ്പൊ കറണ്ട് ഒഴുകാനായിട്ട് നോക്കും. അപ്പൊ പോസിറ്റീവ് നോക്കുമ്പോൾ ഡയോഡ് ഫോർവേഡ് ബയാസ്ഡ് ആണ്. ഇത് ഡയോഡിന്റെ ആനോഡ് സൈഡാണ്, ഇത് കാഥോഡ് സൈഡാണ്. സോ പോസിറ്റീവ് ടു ആനോഡ് വന്ന സമയത്ത് ഡയോഡ് കണ്ടക്ടിങ് ആവും. അപ്പൊ ഇതുവഴി ഒരു കറണ്ട് ഒഴുകും. അങ്ങനെയാണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുക. ഇനി നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ആവുന്ന സമയത്ത് എന്ത് സംഭവിക്കും എന്നറിയോ? നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ആവുന്ന സമയത്ത് ഇവിടെ പോസിറ്റീവ് വരും, ഇവിടെ നെഗറ്റീവ് വരും. മനസ്സിലായോ? ഇവിടെ പോസിറ്റീവ് വരും, ഇവിടെ നെഗറ്റീവ് വരും. അപ്പൊ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് കറണ്ട് ഒഴുകാനായിട്ട് നോക്കുമ്പോൾ കറണ്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഒഴുകാനായിട്ട് നോക്കും, ലോഡ് വഴി കയറും. പക്ഷെ ഡയോഡ് എങ്ങനെയാ ഇരിക്കണേ? റിവേഴ്സ് ബയാസ്ഡ് ആയിട്ടാ ഇരിക്കണേ. അപ്പൊ റിവേഴ്സ് ആയിട്ട് ഇരിക്കുന്ന സമയത്ത് കറണ്ട് ഒഴുകില്ല. അപ്പൊ ആ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ കഴിയുന്നിടം വരെ നമുക്ക് ഒരു ഔട്ട്പുട്ട് കിട്ടത്തില്ല. അതുകൊണ്ടാണ് അത്രയും ഭാഗം ഒരു മ്യൂട്ടഡ് ആയിട്ട് നമുക്ക് കിട്ടുന്നത്. പോസിറ്റീവ് ഹാഫ് സൈക്കിൾ മാത്രം നമുക്ക് കിട്ടിപ്പോകുന്നത് ഹാഫ് വേവ് റെക്ടിഫയർ സർക്യൂട്ടിനകത്ത്. അപ്പൊ അതിന്റെ ഗ്രാഫ് നമ്മൾ ഓൾറെഡി കണ്ടു എങ്ങനെയാ വരണേ എന്നുള്ളത്. ഇനി അതിന്റെ ഒരു കമ്പാരിസൺ കൂടെ നോക്കാനുണ്ട്. പോസിറ്റീവ് ഹാഫ് സൈക്കിൾ, നെഗറ്റീവ് ഹാഫ് സൈക്കിൾ എന്ന് പറഞ്ഞിട്ട് അതാണ് ഇനി അടുത്തത് നോക്കണേ. ഓക്കെ, അപ്പൊ നമുക്ക് രണ്ട് കോളം ആയിട്ട് തിരിക്കണം. പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ എന്ത് സംഭവിക്കുന്നു, അതുപോലെ തന്നെ നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ എന്ത് സംഭവിക്കുന്നു എന്നാണ് നോക്കുന്നത്. അപ്പോഴാണെങ്കിൽ നമ്മുടെ സർക്യൂട്ട് വരയ്ക്കണം. ഡയോഡ് ഉണ്ട്, പിന്നെന്താണ്, ലോഡ് റെസിസ്റ്റൻസ് ഉണ്ട്. ഓക്കെ, ഈ ഒരു പോയിന്റിൽ നിന്നാണ് നമ്മൾ വി ഔട്ട് എടുക്കുന്നത് അല്ലെ? ഇത് D ആണ്, ഇത് RL ആണ്, ഇവിടെ നമ്മളുടെ Vin ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മള് സപ്ലൈ കൊടുത്തു. പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ആണ്. ഇവിടെ പോസിറ്റീവ് വന്നു, ഇവിടെ നെഗറ്റീവ് വന്നു, ഇവിടെ കറണ്ട്
ഒഴുകും അല്ലേ, കറണ്ട് ഒഴുകുന്നുണ്ട്. ഇനി നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ എങ്ങനെയാ വരണേ, നമ്മളുടെ സപ്ലൈ ഉണ്ട്, സെയിം സർക്യൂട്ട് തന്നെയാണ് വരിക, ഡയോഡ് ഇങ്ങനെ തന്നെയാണ് ഇരിക്കുന്നത്, പിന്നെ ലോഡ് റെസിസ്റ്റൻസ് വരച്ചു, ദെൻ വി ഔട്ട് പോയിന്റ് ആണ് ഇത്. നോക്കിയേ RL D, ഇവിടെ കറണ്ട് ഒഴുകുമോ, കറണ്ട് ഒഴുകുന്നില്ല. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. പോസിറ്റീവ് ഹാഫ് സൈക്കിളിനകത്ത് ഡയോഡ് എന്ത് മോഡിലാണ് എന്നുള്ളത് പഠിക്കണം. ഓക്കെ, ഡയോഡിനെ ഞാൻ ഇവിടെ D എന്നാണ് എഴുതുന്നത്. സോ D ഈസ് ഇൻ എന്താണ്, ഫോർവേഡ് ബയാസ്ഡ്. ക്ലിയർ, ഡയോഡ് D എന്താണ്, ഫോർവേഡ് ബയാസ്ഡ് ആണ്. ഇവിടെയോ D ഈസ് ഇൻ റിവേഴ്സ് ബയാസ്ഡ്, ഡയോഡ് റിവേഴ്സ് ബയാസ്ഡ് ആണ്. അപ്പൊ ഒരു ഹാഫ് വേവ് റെക്ടിഫയറിന്റെ പോസിറ്റീവ് ഹാഫ് സൈക്കിളിലെ ഡയോഡ് എന്താണ്, ഫോർവേഡ് ബയാസ്ഡ് ആണ്. ഒരു ഹാഫ് വേവ് റെക്ടിഫയറിന്റെ നെഗറ്റീവ് ഹാഫ് സൈക്കിളിലെ ഡയോഡ് എന്താണ്, റിവേഴ്സ് ബയാസ്ഡ് ആണ്. അപ്പൊ ഒരു ഡയോഡ് ഫോർവേഡ് ബയാസ്ഡ് ആവുന്ന സമയത്ത് എന്ത് ചെയ്യും, ഡയോഡ് ആക്ട് ആസ് എ ക്ലോസ്ഡ് സ്വിച്ച് ആൻഡ് അതെന്ത് ചെയ്യും, കണ്ടക്ട് ചെയ്യും. അപ്പൊ എന്ത് ചെയ്യും, ഡി കണ്ടക്ട്, ഡയോഡ് എന്ത് ചെയ്യും, കണ്ടക്ട് ചെയ്യും. ഇവിടെ ഡയോഡ് കണ്ടക്ട് ചെയ്യുന്നില്ല, ഡി ഡസൻറ്റ് കണ്ടക്ട്. ഞാൻ പഠിക്കാൻ വേണ്ടി പറയുന്നതാണ് കേട്ടോ. അപ്പോ ഒരു ഹാഫ് വേവ് റെക്ടിഫയറിന്റെ പോസിറ്റീവ് ഹാഫ് സൈക്കിളിലെ ഡയോഡ് ഡി എന്ന് പറയുന്നത് നമ്മളുടെ ഡയോഡ് എന്താണ് ഫോർവേഡ് ബയാസ്ഡ് ആണ്. ഡയോഡ് ഫോർവേഡ് ബയാസ്ഡ് ആവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യും, കണ്ടക്ട് ചെയ്യും. അങ്ങനെ നമുക്ക് ഔട്ട്പുട്ട് കിട്ടും V0 is equal to V in എന്ന് നമുക്ക് കിട്ടും. അപ്പോഴാണ് നമുക്ക് ഔട്ട്പുട്ട് ഉള്ളത്. ഇനി ഹാഫ് വേവ് റെക്ടിഫയറിന്റെ നെഗറ്റീവ് ഹാഫ് സൈക്കിളിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ അവിടെ ഡയോഡ് എന്താണ്, റിവേഴ്സ് ബയാസ്ഡ് ആണ്. ഡയോഡ് റിവേഴ്സ് ബയാസ്ഡ് ആയി കഴിഞ്ഞാൽ കണ്ടക്ട് ചെയ്യത്തില്ല. അപ്പൊ എന്ത് കിട്ടും, V0, നമുക്ക് ഔട്ട്പുട്ട് എന്ത് കിട്ടും, 0 എന്ന് കിട്ടും. ക്ലിയർ. അപ്പൊ അങ്ങനെയാണ് ആ ഗ്രാഫ് നമുക്ക് കിട്ടുന്നത്. നമ്മളുടെ ഗ്രാഫ് വരുന്നത് എങ്ങനെയാണെന്ന് അറിയാലോ, ഇതാണ് നമ്മളുടെ AC വേവ് എന്നിരിക്കട്ടെ. അതിന്റെ ഔട്ട്പുട്ട് എങ്ങനെയാ വരിക, പോസിറ്റീവ് ഹാഫ് സൈക്കിൾസ് മാത്രമാണ് നമുക്ക് കിട്ടുള്ളൂ പൾസേറ്റിംഗ് DC ആയിട്ട് അല്ലെ. ഇതിങ്ങനെയാണ് കിട്ടുക. നെഗറ്റീവ് ഹാഫ് സൈക്കിൾസ് എന്തായിരിക്കും, മ്യൂട്ടഡ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇതാണ് ഒരു എന്താണ് ഹാഫ് വേവ് റെക്ടിഫയർ എന്നുള്ള രീതിയിൽ നിങ്ങൾ പഠിക്കാനുള്ളത്. അപ്പൊ ഹാഫ് വേവ് റെക്ടിഫയറിന്റെ സർക്യൂട്ട് കൃത്യമായിട്ട് പഠിച്ചിരിക്കുക, ഡയോഡ് എങ്ങനെയാണ് ഇരിക്കുന്നത്, അതുപോലെ തന്നെ അതിന്റെ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ എന്ത് സംഭവിക്കുന്നു, നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ പറയാം, ഹാഫ് വേവ് റെക്ടിഫയറിന്റെ പോസിറ്റീവ് സൈക്കിളിലാണ് ഡയോഡ് എന്ത് ചെയ്യണത്, കണ്ടക്ട് ചെയ്യുന്നത്. അത് ഫോർവേഡ് ബയാസിലാവുന്നതുകൊണ്ടാണ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ ആ സമയത്ത് നമുക്ക് ഔട്ട്പുട്ട് കിട്ടും V0 is equal to Vn എന്ന് കിട്ടും. ഇനി നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ എന്ത് സംഭവിക്കുന്നു, ഡയോഡ് റിവേഴ്സ് ബയാസ്ഡ് ആവും. ആ സമയത്ത് കണ്ടക്ഷൻ നടക്കത്തില്ല, അപ്പൊ നമുക്ക് ഔട്ട്പുട്ട് കിട്ടത്തില്ല. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് either പോസിറ്റീവ് ഓർ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ കിട്ടുന്നത്. ഈ ഡയോഡ് ഇങ്ങനെ ഇരുന്നത് കൊണ്ടാണ് പോസിറ്റീവ് സമയത്ത് നമുക്ക് കിട്ടിയത്. ഡയോഡ് തിരിഞ്ഞായിരുന്നെന്നുണ്ടെങ്കിലോ, ഇത് തിരിച്ചാണ് വെച്ചെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പോസിറ്റീവ് സൈക്കിൾസ് കിട്ടിയതിന് പകരം എന്ത് കിട്ടും, നെഗറ്റീവ് സൈക്കിൾസ് കിട്ടും. നിങ്ങൾ CROയിലൊക്കെ ചെയ്യുന്ന സമയത്ത് ഡയോഡ് തിരിച്ചു കൊടുത്ത സമയത്ത് കണ്ടിട്ടുണ്ടാവും, പോസിറ്റീവ് ഔട്ട്പുട്ട് പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ നെഗറ്റീവ് വന്നിരിക്കുന്നത്. അപ്പൊ അതൊക്കെ ഡയോഡ് തിരിഞ്ഞിരിക്കുന്നത് കൊണ്ടാണ്. കറക്റ്റ് സർക്യൂട്ട് ഇങ്ങനെയാണ് വരുന്നത്. സോ ഇങ്ങനെ ഈ ഒരു രീതിയിലാണ് കണക്ട് ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് പോസിറ്റീവ് ഹാഫ് സൈക്കിൾസ് മാത്രമുള്ള ഔട്ട്പുട്ട് ആയിരിക്കും. ഇനി ഡയോഡ് തിരിഞ്ഞാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ, ഈ ഡയോഡിന്റെ ആനോഡും കാഥോഡും തിരിഞ്ഞാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നത് നെഗറ്റീവ് ഹാഫ് സൈക്കിൾസ് മാത്രമുള്ള ഔട്ട്പുട്ട് ആയിരിക്കും. അപ്പൊ ഇതാണ് ഹാഫ് വേവ് റെക്ടിഫയറിൽ നമുക്ക് പഠിക്കാനുള്ളത്. കണ്ടന്റ് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. അപ്പോൾ ഫുൾ വേവ് സെന്റർ ടാപ്ഡ് റെക്ടിഫയർ നമ്മൾ അടുത്ത ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അതിലും ഇതുപോലെ ഡയഗ്രാം വരച്ച് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഹാഫ് സൈക്കിൾസ് പറഞ്ഞിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ വീഡിയോ കാണാം, അഭിപ്രായങ്ങൾ പറയാം കേട്ടോ. താങ്ക് യു ആൾ.